അല്ല, എന്നിട്ട് എന്താ എന്റെ തീരുമാനം? ഒരു മാറ്റവും ഇല്ല. ഒരു മാറ്റവും ഇല്ലേ? ഇല്ല. റബ്ബേ, ഞാൻ നാട്ടുകാരെ മോത്തും കുടുംബങ്ങളെ മോത്തും ഞാൻ എങ്ങനെ നോക്കുക? ഓലെ മുന്നിലൊക്കെ എങ്ങനെ ഞാൻ തല ഉയർത്തി നടക്കുക? ഇങ്ങളെന്താ ഓലെ ചെലവിലാണോ നിക്കണത്? നിങ്ങൾ എന്തമ്മ ഇങ്ങനെ? അനക്ക് അതൊക്കെ പറയാ. ഞാൻ നാളെ നേരം വെളുത്ത എങ്ങനെ ഞാൻ പുറത്തിറങ്ങി നടക്കുക? എനിക്ക് അത് ആലോചിക്കുമ്പോഴാണ്. നിങ്ങളൊന്ന് പോയി തരുമ്മ. അവിടെ സമാധാനം സ്വസ്ഥത ഇല്ലായിട്ട് ഞാൻ ഇങ്ങണ്ട് പോന്നിക്കണത്. അപ്പൊ നിങ്ങൾ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ഒരു സ്വൈര്യം തരൂല. ഒന്ന് പോവും നിങ്ങള്. ആടി, ഞാൻ ഒന്നും പറയുന്നില്ല. അല്ലെങ്കിലും അനക്ക് എന്റെ സ്വന്തം തീരുമാനമാണല്ലോ ഏറ്റവും വലുത്. ആ തീരുമാനമാണ് അന്ന ഇതുവരെ എത്തിച്ചത്. പിന്നെ ഇജി എന്താച്ചാ ചെയ്തോ. അന്റെ താഴെ ഒന്നും കൂടി ഉണ്ട് കെട്ടാനായിട്ട് നിക്കണ്. അതിന്റെ കാര്യം എങ്ങാനും ഈ പേരും പറഞ്ഞ് മുടങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ ഞാനത് പറഞ്ഞേരണ്ടി. കരല്ലേ വാവോ. മനസ്സിലാക്കാൻ ആരും ഇല്ലല്ലോ. ചിന്തിച്ചൂടെ, ഇത്രയും ചെറിയ പൈതലിനിട്ട് ഞാൻ എവിടുന്ന് പോരണമെന്നുണ്ടെങ്കിൽ എന്റെ അവസ്ഥ എന്തേക്കാരെന്ന് അതാരും ചിന്തിക്കണില്ല. ഇയാളെന്തിനാ ഇങ്ങനെ വിളിക്കണത്? ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലേ ഈ ഫോണക്ക് ഇങ്ങനെ വിളിക്കരുത് എന്ന്. പിന്നെ എന്തിനാ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ വിളിക്കണത്? ഞാൻ എന്തായാലും നിങ്ങളെ പിന്നാലെ ഞാൻ പോരൂല. നിങ്ങള് ഏത് പെണ്ണിനേറ്റാച്ച നിങ്ങൾ നല്ലപോലെ ജീവിച്ചോളി. പിന്നെ കുട്ടിക്കുള്ള ചെലവിന് ഇങ്ങോട്ട് തന്നോളുണ്ടു. ഇനി മേലിൽ എന്റെ ഫോണൊക്കെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നോക്കിക്കോളുണ്ടു. റുക്കിയ, എന്താടി പണി? ആടി, ഞാനേ ഇന്നലെ കുറച്ച് പച്ചക്കറി ഇടുന്നേന്ന്. അപ്പൊ ആ കണ്ട് എടുത്തൊക്കെ ഇത് കേറിയായോ? അല്ലടി, എന്റെ മകള് വന്നിക്കണെന്ന് അറിഞ്ഞ് ആ ബലൊക്കെ പറയേ നമ്മളെ അയൽവാസിത്തോലൊക്കെ. എന്താടി പ്രശ്നം? എന്ത് പറയാനാടി, ഓള് നല്ലൊരു ജീവിതം ഇല്ലാതാക്കിങ്ങാണ്ട് ഓള് ഇങ്ങോട്ട് ഇറങ്ങി പോന്നിക്കണ്. ഒപ്പം ഒരു പൈതലും. ഞാൻ അറിഞ്ഞ് ഇങ്ങനൊക്കെ തന്നെയാണ് എന്നുള്ളത്. പിന്നെ സത്യാണോ അല്ലേന്നുള്ളത് അന്നോടൊന്ന് വന്ന് ചോദിക്കാച്ചിട്ടാ വന്നത്. എടി, ആ ചെക്കൻ നല്ലൊരു ചെക്കനാണ്. ഞാനല്ലപ്പോ ആ കല്യാണൊക്കെ ഉണ്ടാക്കിയത്. പിന്നെ ഓനെ ചെറുപ്പം മുതലേ കണ്ട് പരിചയമുള്ള ആളുമാണ് ഞാന്. ഓനക്ക് അങ്ങനത്തെ ഒരു സ്വഭാവം ഉള്ളതൊന്നും എനിക്കറിയില്ല. പിന്നെ എന്താ എന്റെ മകൾക്ക് പറ്റിയത്? വല്ലാത്തൊരു ചൈത്തന്യ ആ പെണ്ണ് കാട്ടിയത് കേട്ടോ. ഒരു ചെറിയൊരു പൈതലിനേറ്റു കൂടി വന്നിക്കണത്. അനക്കൊന്ന് പറഞ്ഞ് മനസ്സിലായി കൊടുത്തൂടെ അവൾക്ക്? ഞാൻ എത്ര പറഞ്ഞിക്കണെന്ന് വെച്ചിട്ടാ, ഒന്നും ഓൾ അങ്ങോട്ട് എടുക്കൂല. ഞാൻ എന്ത് കാട്ടാനാണ്? ഇക്കറിയില്ല ഇനി എന്താ കാട്ടണ്ടെന്നൊന്നും. അല്ലടിക്കൊരു സംശയമുണ്ട്. എന്റെ വെറും സംശയമാണ് കേട്ടോ, ശരിയാവണമെന്നൊന്നുമില്ല. ഓൾക്ക് ഇനി വല്ല ചുറ്റിക്കളി എന്തേലും ഉണ്ടോ? ഇക്കൊന്നും അറിയില്ല. ഇക്കും ചെറിയ സംശയമൊക്കെ ഉണ്ട്. ഓളിപ്പോ ഈ ഒരു പൈതലിനായിട്ട് ഇറങ്ങി പോരണമെന്നുണ്ടെങ്കിൽ ഇനി വേറെ ഇജ്ജ് പറഞ്ഞ പോലെ വേറെ വല്ല ചുറ്റിക്കളി ഉണ്ടോണാവോ? ഓളൊന്നും തുറന്ന് പറയണില്ലേ. അതാണ് ഇപ്പൊ പ്രശ്നം. ഓളെ എവിടെ നിന്നിട്ട് ഞാനൊന്ന് പോയി കണ്ടോക്കട്ടെ. ഞാനൊന്ന് സംസാരിച്ചോക്കട്ടെ ഓളോട്. അപ്പൊ അറിയാലോ എന്താണ് മനസ്സിലിരിപ്പ് എന്നുള്ളത്. ചെലപ്പോ എന്നോടെങ്കിലും ഓളൊന്ന് പറഞ്ഞാലോ. ഓളതാ മുറിയില് ഏത് നേരം വാതിലടച്ചങ്ങാണ്ട് ആ ഒരു പൈതലിനായിട്ട് അതിന്റെ ഉള്ളിൽ ഇരിക്കൽ തന്നെ പണി. ചോദിച്ചാ സമാധാനം വേണം, ഒരു പാത്തിരിക്കട്ടെ. ഞാൻ എന്ത് പറഞ്ഞാലും പെണ്ണാണ്ട് എടുക്കൂല. ഇത് ചെന്നോക്ക്, എന്നിട്ട് എന്നോട് പറയോ നോക്കുക. അല്ല അപ്പൊ എന്തെന്ന് പറയാ. ഞാനണ്ട് വരെ പിന്നാലെ. ഞാനൊപ്പം ഉണ്ടായിട്ട് ഇനി അത് ഇതാക്കേണ്ടത് ചെല്ലേ. ഇജ് എന്നാ ഈ വാതിലിന്റെ ഇവിടെ എവിടെയും നിന്നാ മതി. ഇനിയിപ്പൊ ജാണ്ട് വരണ്ട. ഇജ്ജ് പറഞ്ഞ പോലെ ഞാൻ അന്നേം കൂടി കണ്ടിട്ട് നോക്കിത് വേണ്ട. ഞാൻ പോയോക്കട്ടോ എടുത്ത്. ആ
അല്ല ഷായിയെ ഇജ്ജെന്തീ വാതിലൊക്കെ അടച്ചിട്ടിട്ട് ഇങ്ങനെ ഇരിക്കണ്? ഒന്ന് നമുക്ക് പുറത്തൊക്കെ ഒന്ന് ഇറങ്ങിക്കൂടെ? എന്തിനാ ഇജ്ജ് ഇങ്ങനെ ഉള്ളിൽ തന്നെ ഇരിക്കണത്? അല്ലടി ഇപ്പൊ കുട്ടിക്ക് ഇപ്പൊ എത്രായി? ഓനിക്ക് 4 മാസം. 4 മാസോ? എന്റെ മളെ ഇജ്ജ് എന്താ ഈ ചെയ്യണത്? ഈ ഒരു പൈതലിനേറ്റ് എന്തേലും ചെറിയൊരു കാര്യം ഉണ്ടാവുമ്പോ ഇജ്ജ് ഇങ്ങടെ ഇറങ്ങി പോരുക ചെയ്യാ. അനക്ക് ഇത്രക്ക് ബുദ്ധി ഇല്ലാതായോ? അതിന് തക്കതായ കാരണങ്ങൾ ഉണ്ടായിട്ട് തന്നെ താത്ത ഞാൻ അങ്ങോട്ട് നിക്കണത്. ഓൽക്ക് എല്ലാ പെണ്ണുങ്ങളും ഭാര്യയാണ്. പിന്നെ ഇങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ കറങ്ങി നടക്കുക, തല്ലുക, ഇതൊക്കെ തന്നെ പോരെ കാരണങ്ങള്. ഇതാപ്പൊ ഇത്ര വലിയ കാര്യം? അതൊക്കെ അത് ശരിയാവും. ഇപ്പൊ ഓനക്കൊരു കുട്ടിയൊക്കെ ആയില്ലേ. ഇനി ആ കുട്ടി വലുതാകുമ്പോത്തിന് ഓനക്ക് ഭാരാബ്ദവും കാര്യങ്ങളൊക്കെ ആവും. അപ്പൊ ഒക്കെ അത് ശരിയായിക്കോളും. ഇനി പോലും ഒന്ന് തല്ലീന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുറച്ചൊക്കെ സഹിക്കണം. അങ്ങനെ തന്നെയല്ലേ ഈ പെണ്ണുങ്ങളെ ജീവിതം എന്ന് പറഞ്ഞാൽ അതൊക്കെ തന്നെയാണ്. അതെ താത്ത, ഇങ്ങക്ക് ഞാൻ ഇവിടുന്ന് പോവായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അതുമല്ല നിങ്ങളൊക്കെയാണോ എനിക്ക് ചെലവിന് തരുന്നത്? അല്ലല്ലോ. പിന്നെ നിങ്ങളെ മകൾക്കാണ് ഈ അവസ്ഥ വന്നിട്ട് വെച്ചാ നിങ്ങളെ മകളെ നിങ്ങൾ പറഞ്ഞയക്കോ? അതും വേണ്ട. നിങ്ങളെ മാപ്പിളയാണ് ഇങ്ങനെ വേറെ പെണ്ണുങ്ങളായിട്ട് നടക്കുന്ന വെച്ചാ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുവോ? ഏടി ഇജ്ജ് ആരോടാടി ഇങ്ങനെ ചാടി കളിച്ച് വർത്താനം പറയണത്? എന്തപ്പാ എന്റെ കഥ? ഞാൻ പറയാനുള്ളത് ആരായാലും ആര് മൂത്തോക്കിട്ട് ഞാൻ പറയും. പിന്നെ മനസ്സിലാക്കാൻ ഇവിടെ ഒരാളും ഇല്ലല്ലോ. അന്റെ മകളെ സ്വഭാവം എങ്ങനെയാണെന്നുള്ളതേ ഞാൻ അറിഞ്ഞില്ല. വെറുതെ ഓളെ അവിടുന്ന് ഇങ്ങോട്ട് പോന്നത്. ഓളെ ഇങ്ങോട്ട് തച്ചാട്ടിയതേക്കാരം. ഇതല്ല ഇപ്പൊ വർത്താനം. വേറെ വല്ല ചുറ്റികളി ഉണ്ടെന്നുണ്ടെങ്കിലേ നമുക്കത് പറഞ്ഞാ പോരെ. ഇങ്ങനെ ആ കുട്ടീനും കൂടി ഇറങ്ങറാക്കിട്ട് ഇവിടെ അങ്ങനെ വന്ന് നിൽക്കേണ്ട ആവശ്യമുണ്ടോ? പിന്നെ ഞങ്ങൾ ആരെങ്കിലും എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനും എനിക്ക് കുറ്റ. അതെ, ഞാൻ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. മര്യാദക്ക് നിങ്ങൾ എന്റെ പെരേന്ന് ഇറങ്ങി പോവാ നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിലും കൂടുതൽ കേൾക്കേണ്ടി വരും. ഞാൻ പോവുകയാണ് എന്റെ പെരേന്ന്. എന്റെ മകൾ ഇപ്പൊ പറഞ്ഞു കേട്ടില്ല ഇറങ്ങി പോവാന്. ഞാൻ പോവുന്നെ, ഇനി അങ്ങോട്ട് വരുന്നെ ഇല്ല. ഇത് ആ പെണ്ണിനെ ഇവിടുന്ന് ആട്ടി പറഞ്ഞയച്ചില്ലേ? ഇത് ഇന്റെ പെരേണ്. ഇവിടെ ഞാൻ പറഞ്ഞത് മാത്രമേ നടക്കുള്ളൂ. ഇത് പിന്നെ ഓളോട് പറഞ്ഞാലേ എന്റെ പെരേന്ന് ഇറങ്ങി പോവാ. ഏത് വകയിലാടി എന്റെ പെരാവണത്? അന്നെ ഓരോരുത്തർക്ക് കെട്ടിച്ച് പറഞ്ഞയച്ചതല്ലേ. പിന്നെ ചിന്തിച്ചിട്ട് ജീ കിടന്ന് ഇങ്ങനെ ഞകളിക്കണത്. അന്റെ നാവിന്റെ നീളം എത്ര ഉണ്ടല്ലോ. ഇങ്ങക്കൊക്കെ ഓലാണോ നിങ്ങൾക്ക് ഏറ്റവും വലുത് എന്നെ കാട്ടി? എന്താ നിങ്ങൾ ഇങ്ങനെ? നിങ്ങക്ക് എന്താ ഞാൻ പറയണത് മനസ്സിലാവുന്നില്ലേ? എനിക്ക് വെയ്യമ്മ. നിങ്ങക്ക് അറിയണേല്ല അയാളെ സ്വഭാവമൊക്കെ. ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ടുമില്ലേ? എനിക്ക് ഇനി വെച്ച് തല്ലു കൊള്ളാനി. ഞാൻ ഇവിടെ നിക്കണേല്ല നിങ്ങളെ പ്രശ്നം. ഞാൻ എവിടേക്കെങ്കിലും പോയിക്കോളാം. പോരെ? ഏതോ ഓടേനടി അനക്കുള്ളത് പോവാന്. ഇജ്ജ് വലിയ വായില് വർത്താനം ഇങ്ങനെ പറയുന്നത്. എവിടെയടി അനക്ക് പോവാനുള്ളത്? മര്യാദക്ക് ഓന്റെ പെരേക്ക് കയറി ചെല്ലുക. ആ ഒരു കുട്ടീനെയും കൊണ്ട് ഓള് ഇങ്ങോട്ട് ഇറങ്ങി പോന്നിക്കണ്. കണ്ണി കണ്ടോടെ നിരങ്ങാൻ വേണ്ടിട്ടല്ലേ ഇങ്ങോട്ട് പോന്നിക്കണത്? അനക്ക് ആരായിട്ടാണ് ചുറ്റിക്കളി ഉള്ളത്? മറ്റോള് പറഞ്ഞ പോലെ തന്നെ പറയടി. അപ്പൊ നിങ്ങളെ മനസ്സിൽ ഇതൊക്കെ തന്നെയാണല്ലേ? എനിക്ക് തല്ലു കൊള്ളാൻ വെച്ച. ഒരു തല്ലൊക്കെ മാപ്പിളാരെ കിട്ടിയെന്ന് വിചാരിച്ചിട്ടേ അതൊക്കെ സഹിക്കണം. അല്ലാതെ കിട്ടിയ പാട് ഇങ്ങോട്ട് കെട്ടും ചോടെടുത്ത് കൊണ്ട് മണ്ടല്ല ചെയ്യുക. അന്നെ കെട്ടിച്ചേത്ത കട ഇതുവരെ വീട്ടിയിക്കണ, ഈ പെരന്റെ ലോണ് വീടിയിക്കണ, എന്ത് കണ്ടിട്ട് ഇങ്ങോട്ട് മണ്ടി പോന്നിക്കണത്? പിന്നെ ഇപ്പൊ ഇവിടുന്ന് പോവാണ് പറഞ്ഞല്ലോ. ഏത് ഒലക്കേക്കാടി എനിക്ക് പോവാനുള്ളത്? ഇക്ക് പ്രത്യേകിച്ച് സ്ഥലമൊന്നുമില്ല. ഈ കാകുള്ള സ്ഥലം ഇപ്പൊ ഇതേന്നല്ലോ. ഇവിടെ ആരും ഇല്ലാന്ന് പറയുമ്പോ പിന്നെ ഞാൻ ഇവിടുന്ന് പോവല്ലാതെ വേറെ മാർഗമില്ലല്ലോ. ഞാനായിട്ട് നിങ്ങളെ മകളെ കല്യാണം ഒന്നും മുടക്കണില്ല. ഞാനും എന്റെ കുട്ടി എവിടെയും പോയി ഞാൻ ജീവിച്ചോണ്ട് നിങ്ങൾക്ക് ആർക്കും ഒരു ഭാരമായിട്ട് വരുന്നില്ല. ഇജ്ജ് എവിടക്കാച്ചപ്പോ ഇവിടെ നിക്കണ്ട. എനിക്ക് ഇവിടെ ആൾക്കാരുടെ ഇടയിലേ തല ഉയർത്തി നടക്കാനുള്ളതാ. ഇജ്ജ് എവിടക്ക് പോയാലും വേണ്ടിയില്ല. ഞാൻ പോവാണ്. ആർക്കും ശല്യായിട്ട് ഞാൻ വരൂല.
പോയി പണി നോക്കട്ടെ. ഓള് ഓൻ്റെ അടുക്ക് തന്നെ പോളു, വേറെ ഒടുക്കും പോള് പോകുന്നില്ല. ഒക്കെ അറിയാലോ, ഇവിടെ അങ്ങനെ ജയം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആട് കയറി ചെന്നോളൂ. അപ്പൊ എല്ലാ കാര്യത്തിലും ഇപ്പൊ ഓളായിട്ട് ഇങ്ങനെ തുള്ളിയിട്ടുണ്ടെങ്കിലേ അത് ശരിയാവൂലല്ലോ. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഇപ്പൊ എവിടെ ഇല്ലായി ഒക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ പെരന്റെ ഉള്ളിൽ ഇങ്ങനെ കയറ്റിയിരുത്താൻ പറ്റും. താത്തി കുട്ടിയുടെ ഉമ്മ, ഇമ്മ. ആ, ഞാൻ അടുക്കളയിലാണ്, ഇങ്ങോട്ട് വായോ. ആ, അല്ലമ്മ, താത്തി കുട്ടി എവിടെ? റൂമിലൊന്നും കാണാനില്ലല്ലോ. എവിടക്ക പോയി? ആ, താത്തി കോത്തൊന്നും ഇവിടെ ഇല്ല, ഓള് പോയിക്കണ്. പോവേ? എങ്ങണ്ട്? എവിടക്കാണാവോ? എന്നോട് അറിഞ്ഞു ഞാനും എന്റെ കുട്ടി കൂടി ഇവിടുന്ന് പോവുകയാണ്, നിങ്ങൾക്ക് ഒരു ഭാരല്ലേ, നീ ഇങ്ങോട്ടൊന്നും വരൂല ആട്ടാണ്ട് ഇറങ്ങി പോയിന്ന്. ഓളോളെ മാപ്പിളുടെ അടുത്ത് അല്ലാതെ വേറെ എവിടക്ക പോവുക? ഇമ്മ, നിങ്ങൾ എന്ത് പണിയമ്മ നിങ്ങൾ ചെയ്യണത്? നിങ്ങളെന്താ അയാളെ പറ്റിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയോ? അയാളെ സ്വഭാവം എന്താന്ന് അറിയോ നിങ്ങക്ക്? പിന്നെ എന്ത് കണ്ടിട്ട് നിങ്ങൾ അങ്ങോട്ട് പറഞ്ഞയച്ചിരിക്കുന്നു? താത്ത എന്തായാലും അങ്ങോട്ട് പോകൂല, അത് ഉറപ്പാണ്. ഇനിയിപ്പോ എന്തെങ്കിലും കൂടുതൽ അറിയാനുള്ളത്? ഓളൊന്ന് തല്ലിയാറ്റ ചെയ്തിക്കണ്. പിന്നെന്താ ഓള് പറഞ്ഞ? പിന്നെ ഓള് പറഞ്ഞ എന്താ വെച്ചാലേ, ഈ ലോകത്തുള്ള എല്ലാ പെണ്ണുങ്ങളും അയാൾക്ക് ഭാര്യയാണ്. അതൊക്കെ വെറുതെയാണ്, അതൊക്കെ കുറച്ചും കൂടി കഴിഞ്ഞാൽ മാറിക്കോളും. ഓരോ പ്രായമൊക്കെ എത്തി ഭാരാത്തൊക്കെ ആവുമ്പോ അതൊന്നും ശരിയാവൂലേ. പിന്നെ ഇപ്പൊ ഒരു കുട്ടിയും കൂടി ഉണ്ടായതാ, ഓഞ്ഞ അങ്ങനെ നടക്കുവോ? ഒക്കെ വെറും നാടകാണ്. ഓക്ക് വേറെ എന്തൊക്കെയാ കളിയുണ്ട്. അല്ലാപ്പൊ ഒരു പെണ്ണ് ഇത്രയും ചെറിയ കുട്ടീനായിട്ടൊന്നും വന്ന് നിൽക്കൂല. ഞാൻ ഓളെ ചീത്ത പറഞ്ഞയച്ചു ഇവിടുന്ന്. ഇമ്മ, ഇന്റെ കൂട്ടുകാരത്തിന്റെ അയൽവാസിയാണ് ഇയാള്. അപ്പൊ ഓര് പറയലുണ്ട് എപ്പോഴും അയാളെ പറ്റിയിട്ട്. പിന്നെ ഇത്രയും കാലം താത്ത അവിടെ കുടിച്ചു നിന്നത് എന്തോ ഒരു ഭാഗ്യത്തിനാണ്. എന്നിട്ട് ഇങ്ങോട്ട് വന്നിട്ട് നിങ്ങൾ അതിനെ പറഞ്ഞയക്കേ? എന്ത് ചെയ്തിക്കണ് നിങ്ങള്? ഇനിയിപ്പൊ അതിനെ എവിടെ പോയിട്ട് കണ്ടുപിടിക്ക? എന്തായാലും താത്ത ഓരോർക്ക് കേറി പോവൂല. അയാൾക്ക് എല്ലാ പെണ്ണുങ്ങളും ഒരുപോലെയാണ്. അപ്പൊ നമ്മൾ അപ്പുറത്തെ സേഫി വന്നിട്ട് പറഞ്ഞു, നല്ല ചെക്കനാണ്, ഞാനല്ലേ ഓളെ കെട്ടിച്ചു കൊടുത്തത്, ഞാനല്ലേ ഈ കല്യാണം ഉണ്ടാക്കി, എനിക്കറിയാ ഓന് അങ്ങനത്തെ ഒരു ശീലമൊന്നും ഇല്ലാന്നൊക്കെ. അപ്പൊ പിന്നെ ഓള അങ്ങനെ പറഞ്ഞതോ? ഓന് ഈ കല്യാണം ഉണ്ടാക്കിയ ആളാണ്, അപ്പൊ ഓല അങ്ങനെയൊക്കെ തന്നെ പറയുള്ളൂ. ഇതെന്താ ഒന്നും അറിയാ? ഈ ലോകത്തൊന്നും ഒന്നും അല്ലേ? ഇനിയിപ്പൊ ആ പാവം എങ്ങണ്ടാ പൊയ്ക്കണാണാവോ? പക്ഷെ നിന്റെ കുട്ടിയൊക്കെ എവിടുക്ക പോയത്? ഫ്രിഡ്ജൊന്ന് വിളിച്ചു നോക്കോളെ ഫോണക്ക്. ഞാൻ വിളിച്ചു നോക്കട്ടെ. എടുക്കണില്ലമ്പാ. അപ്പൊ എന്റെ കുട്ടി ഒന്നും കൂടി അടിച്ചു നോക്ക്. നിങ്ങൾ ഓരോന്ന് കാട്ടി കൂട്ടിങ്ങാണ്ട് ഒന്നും അറിയാതെ ആ പാവത്തിനോട് പറഞ്ഞയച്ചിക്കണം. ഇല്ലമ്മ, എടുക്കണില്ല. നീ എന്താ കാട്ട്? എവിടെ അന്വേഷിക്കുക? ആ ഒരു പൈതലിനേറ്റ് നിങ്ങൾക്ക് ഇത്രക്ക് ദയയില്ലാതായമ്മ. എത്ര കാണിച്ചിട്ട് ഒരാള് ഇങ്ങനെ സഹിച്ചിങ്ങാണ്ട് നിക്കുക? അയാൾ കള്ളു കുടിച്ച് വന്നിങ്ങാണ്ട് തച്ചിട്ടും അതേപോലെ കണ്ണി കണ്ട പെണ്ണുങ്ങളേറ്റ് നടന്നിട്ടോ താത്ത ഇങ്ങോട്ട് പോന്നിക്കണത്. ഞാൻ ഓള് ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ് വിചാരിച്ചിട്ട് ഞാൻ ഓളെ ചീത്ത അറിഞ്ഞതേ. എനിക്കിപ്പൊ അതിന്റെ സത്യാവസ്ഥ എല്ലാം പോലെ അറിയാം. ഓള് ഇങ്ങോട്ട് പറഞ്ഞിട്ടും ഇല്ലല്ലോ. പിന്നെ നിങ്ങക്ക് വേജാറ് ഇന്റെ കാര്യത്തിലേക്കാരം. എന്തിനമ്മ അങ്ങനത്തെ ആൾക്കാരെ കൊണ്ടൊക്കെ കെട്ടിക്കണത്? ഇതിക്കും നല്ല കെട്ടിക്കാതിരിക്കാൻ നല്ലത്. നിങ്ങൾ എന്താച്ച ചെയ്തൂടി എടി. പക്ഷെ എന്റെ കുട്ടി